ഹായ് ഫ്രണ്ട്സ്, മെക്കാനിക്കൽ വിങ്ങിലുള്ള ഓവർസിയർ പരീക്ഷകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം 2025 കുറേ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓവർസിയർ പരീക്ഷകളൊക്കെ വന്നു. എല്ലാം കൂടെ ഒരുമിച്ചാണോ നടക്കുക, ഏതൊക്കെയാണ് പരീക്ഷകൾ എന്നൊക്കെയുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്താനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിളിച്ചിട്ടുള്ളത് നമ്മുടെ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിപ്ലോമയും ITIയും ഹയർ ലെവൽ ബിടെക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളായിരുന്ന പരീക്ഷകൾ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, അതായത് ഹാർബർ എഞ്ചിനീയറിംഗിലേക്കും കെല്ലിലേക്കുമുള്ള ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ എന്നൊരു നോട്ടിഫിക്കേഷൻ. രണ്ടും വ്യത്യസ്തമായ നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു, രണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പരീക്ഷകളും ഒരുമിച്ചാണ് നടക്കുക. അതിന്റെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷ. ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ, ജൂലൈയിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് കരുതി പഠിക്കുക. ഇനി ഗ്രേഡ് 3 മെക്കാനിക്കൽ, ഗ്രേഡ് 2 വിളിച്ചിട്ടുണ്ട്, ഗ്രേഡ് 3 വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കലുകാർക്ക് വേണ്ടി ഗ്രേഡ് 2ഉം 3ഉം വിളിച്ചിട്ടുണ്ട്. 3 ആണ് ഏറ്റവും താഴെ, അതിന്റെ മുകളിൽ 2, അതിന്റെ മുകളിൽ 1, അതിന്റെ മുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഗ്രേഡ് 3 മെക്കാനിക്കലിൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇറിഗേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. അതും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കുക. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ പറഞ്ഞ ഗ്രേഡ് 3 മെക്കാനിക്കലും വരുന്നത്. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് ഓവർസിയർ ഗ്രേഡ് 3 ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് ഒറ്റ പരീക്ഷയായിട്ട് നടക്കാനാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് കരുതി 100% ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ടായിട്ട് നടത്തിയേക്കാം. പക്ഷേ യൂഷ്വലി ഇത് രണ്ടും കൂടെ ഒറ്റ പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തവർക്ക് മിക്കവാറും ഒരു കൺഫർമേഷനേ വരുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഒരു പരീക്ഷ എഴുതി പല റാങ്ക് ലിസ്റ്റുകളിലേക്കായിരിക്കും. ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, കെല്ലിലേക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, ഇറിഗേഷനിലേക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റുകളായിരിക്കും. പക്ഷേ ഒറ്റ സിലബസ്, ഒറ്റ പരീക്ഷയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അത് പരീക്ഷയുടെ കൺഫർമേഷൻ വരുമ്പോഴാണ് നമുക്ക് ഇതിൽ 100% ഉറപ്പ് പറയാൻ പറ്റുക. അപ്പോൾ ഇതിന്റെ സിലബസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഓൾറെഡി പഠിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ട് പഠിക്കുക. I+ന്റെ കോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി KW ഓവർസിയർ ഗ്രേഡ് 2 അതാണ് മറ്റൊരു ഓവർസിയർ എന്ന് പറയുന്നത്. ഓവർസിയറും ഡ്രാഫ്റ്റ്സ്മാൻ എന്നൊക്കെ പറയാറുണ്ട് ഈ തസ്തികളെല്ലാം. അപ്പോൾ ഈ ഗ്രേഡ് 2ഉം ഇവിടെ കാണുന്ന ഗ്രേഡ് 2ഉം രണ്ടും രണ്ടാണ്. കാരണം കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് 2ന്റെ പ്രത്യേകതയുണ്ട്. അത് സിവിലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെയും ടോപ്പിക്കുകൾ എവിടെയുണ്ട്? ഈ KW ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പരീക്ഷയുടെ സിലബസിലുണ്ട്. അതും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെയാണ് അതും ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓവർസിയർ പരീക്ഷകളെല്ലാം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുക്കുക. ജൂലൈയിൽ തന്നെ പരീക്ഷകൾ ഉണ്ട് എന്ന് കരുതി തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. I+ന്റെ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഇതിനെല്ലാം അവൈലബിൾ ആണ്. I+ന്റെ കോഴ്സിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.